നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. എൻ്റെ അടുത്തൊരു ചോദ്യം വന്നത്, കാരകൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാവനാശമാണല്ലോ ഫലം, എൻ്റെ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ വ്യാഴത്തിനെ കണ്ടു, അപ്പോൾ പുത്രനാശമാണോ ഫലം എന്നൊരു ചോദ്യം വന്നു കേട്ടോ. നോക്കൂ, നമ്മൾ MBBS പഠിക്കുന്നു എന്ന് വെച്ചോ, ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഒരു ഹാർട്ട് സർജറി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഈ ബാലപാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബേസിക് കാര്യമാണ് പഠിക്കുന്നത് എന്ന കാര്യം മറന്നു പോയിട്ട് ഒരു ഫലചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് എപ്പോഴും ഈ ജ്യോതിഷത്തെ നമ്മളൊരു ഫോർച്യൂൺ ടെല്ലിംഗ് ടൂള് മാത്രമായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം കേട്ടോ. നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതൊരു അറിവാണ്, അതൊരു വലിയ അറിവാണ്. നമ്മളുടെ ഗുരുപരമ്പര നമുക്ക് പകർന്നു തന്ന വലിയൊരു പുണ്യമാണത്, അറിവാണ്. അപ്പോൾ ഈ അറിവ് നേടുന്ന സമയത്ത് നമ്മൾ ഈ ബാലപാഠം പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓടിപ്പോയി സ്റ്റക്കാവരുത്. എപ്പോഴും നമ്മൾ നമ്മുടെ ജാതകവും വീട്ടിലുള്ളവരുടെ ആ 4 ജാതകമായിരിക്കും എടുത്തു വെച്ച് ഈ പഠിത്തം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പഠിക്കൂ, നിങ്ങൾ നിരന്തരം കുറേ വർഷങ്ങൾ നമ്മൾ ഒരുപാട് ജാതകങ്ങൾ കണ്ട് മനസ്സിലാക്കി ആ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്കൊരു ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ വേറെ ഒരുപാട് പോസിറ്റീവ് കാര്യമുണ്ട്. പുള്ളി അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ ചന്ദ്രനെ കൊണ്ട് നോക്കുമ്പോൾ ഇന്നൊരു ഫലമാണ് കാണുന്നത്, ലഗ്നത്തെ കൊണ്ട് നോക്കുമ്പോൾ ഇന്നൊരു ഫലമാണ്, ഇതിൽ ഏത് അനുഭവിക്കും. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ ജാതകത്തിൽ വേറെ ഒരു ഗ്രഹവും ഉച്ചത്തിൽ നിൽക്കുന്നില്ല, സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നില്ല, അപ്പോൾ ഒരു ബലവുമില്ല. അപ്പോൾ എൻ്റെ ജാതകത്തിന് ഒരു ബലവുമില്ലേ? അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ജാതകം നേരെ തിരിഞ്ഞു വന്നു. നമ്മൾ നോക്കുമ്പോഴേക്കും ചന്ദ്രാൽ കേന്ദ്രത്തിൽ വ്യാഴമുണ്ട്, അതുപോലെ പല ഗ്രഹങ്ങളും വർഗോത്തമം ചെയ്ത് നിൽക്കുന്നുണ്ട്, ഉച്ചബലത്തിലുണ്ട്, വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽ ലഗ്നത്തിൽ ഒരു ഗ്രഹം വക്രത്തിൽ നിന്നാലൊക്കെ ഫലമൊക്കെ മാറി. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ചിന്തിച്ചിട്ടാണ് നമ്മളൊരു സൂചനയിലേക്ക് എത്തുക. അതും ഫലമെന്ന് പറയാൻ പറ്റില്ല, അതൊരു സൂചനയാണ്. അത് നമ്മളുടെ ഗുരുത്വവും ഈശ്വരാധീനവും പിന്നെ ഇത്രയും നാൾ നമ്മൾ ആ പഠിച്ചു വന്ന ഈ ആയിരക്കണക്കിന് ജാതകങ്ങൾ കണ്ട് നമ്മുടെ കണ്ണിൽ അത് തെളിയും. എപ്പോഴും ജ്യോതിഷത്തിനെ നമ്മൾ ഈ ഒരു വേദങ്ങളിൽ സങ്കല്പിക്കുമ്പോൾ വേദാംഗങ്ങളിൽ വേദത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം. അപ്പോൾ ആ കാഴ്ച നമുക്കും കിട്ടണമെങ്കിൽ അത്രയും നാളത്തെ പരിശ്രമം ആവശ്യമുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം വായിച്ചിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവിൽ പോയി നിങ്ങൾ വീഴരുത് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, പോസിറ്റീവ് കാര്യം കണ്ട് സന്തോഷിച്ചോളൂ, അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നല്ല കാര്യം. പക്ഷേ ഈ നെഗറ്റീവിൽ പോയി വീണിട്ട് അയ്യോ ഇങ്ങനെയൊരു വലിയ പ്രശ്നം എനിക്കുണ്ടോ എന്നുള്ള ഭയം വരാൻ പാടില്ല. ഇതൊന്നും ഭയപ്പെടേണ്ട കാര്യമല്ല. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് പോസിറ്റീവ് ചിന്തിപ്പിച്ച് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഗുരുപരമ്പര ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നേക്കുന്നത്. ഒരു കാരണവശാലും ബാലപാഠം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് എൻ്റെ ജാതകത്തിൽ കണ്ടുവെന്നും പറഞ്ഞ് വിഷമിച്ച് അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് സ്വന്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് വിഷമിച്ചിരിക്കാൻ പാടില്ല.